ഇന്നലത്തെ എപ്പിസോഡ് ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങൾ അവിടെ സംഭവിച്ചിട്ടുണ്ട്. അതായത് ബിഗ് ബോസ് വീട്ടിലെ രണ്ട് കണ്ടസ്റ്റൻസിന് അസാധ്യമായ കോൺഫിഡൻസ് ഇന്നലത്തെ എപ്പിസോഡ് നൽകിയിട്ടുണ്ട്. അത് മിക്കവാറും ഈ രണ്ട് കണ്ടസ്റ്റൻസിനും പണിയാകാൻ തന്നെയാണ് സാധ്യതയും. ഒന്നാമത്തെ ആള് റെന ഫാത്തിമ. ഇന്നലത്തെ എപ്പിസോഡ് റെന ഫാത്തിമയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സന്തോഷം നൽകുന്ന ഒരു എപ്പിസോഡായിരിക്കും. കാരണം ലാലേട്ടൻ വന്നതിന് ശേഷം ഒണീലിനെ ഫ്രൈ ചെയ്തു, അഭിലാഷിനെ റോസ്റ്റ് ചെയ്തു, റെന ഫാത്തിമയ്ക്കെതിരെ ഉപയോഗിച്ച വാക്കുകളുടെ പേരിൽ തലയടിച്ചു പൊട്ടിക്കൂ എന്ന് പറഞ്ഞ വിഷയത്തിന്റെ പേരിലൊക്കെ ഭയങ്കരമായിട്ട് ലാലേട്ടൻ അവരെ വഴക്ക് പറയാണ്. ഇത് സ്വാഭാവികമായിട്ടും റെന ഫാത്തിമയെ പോലെ ഒരു പെൺകുട്ടി അവർ കരുതുക എന്താണ്, പുറത്ത് അവർക്ക് അത്യാവശ്യം സപ്പോർട്ടുണ്ട്, ഓഡിയൻസ് ഡിമാൻഡ് ചെയ്തു, ലാലേട്ടൻ വന്ന് ഇവരെ ഫ്രൈ ചെയ്തു. പക്ഷേ ഇതുവരെ ആയിരുന്നുവെങ്കിലും കാര്യങ്ങൾ ഓക്കെ ആയിരുന്നു. റെന ഫാത്തിമയുടെ കോൺഫിഡൻസ് റോക്കറ്റ് പോലെ മുകളിലേക്ക് പോകുന്നതിന് വേറൊന്നു കൂടി സംഭവിച്ചു. കഴിഞ്ഞ ആഴ്ച ചേച്ചി അടുത്ത ആഴ്ച പോകും കേട്ടോ എന്ന് ഒന്നോ രണ്ടോ തവണ തമാശ രൂപേണ ആണെങ്കിൽ പോലും റെന ഫാത്തിമ സരികയോട് പറഞ്ഞിരുന്നു. അതിലൊരു തവണ സരിക പെട്ടെന്ന് ഇമോഷണൽ ആവുകയും ചെയ്തു. ആ സമയത്ത് റെന ഫാത്തിമ പോയിട്ട് സപ്പോർട്ട് ചെയ്തു, ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്തുവെങ്കിലും പിന്നീടും ഈ വിഷയം സംസാരിച്ച് ഇവരും മുഷിച്ചിലേക്ക് പോകുന്നത് നമ്മൾ കണ്ടതാണ്. ആ സരികയാണ് ഈ ആഴ്ച പുറത്തായിരിക്കുന്നത്. എല്ലാം കൊണ്ടും റെന ഫാത്തിമ കരുതാൻ സാധ്യത ഇപ്രകാരമായിരിക്കും. അതായത് താൻ പുറത്ത് ഈ സീസണിലെ ക്യൂവിനായി മാറിയിരിക്കുന്നുവെന്ന്. ആ ഒരു ഓവർ കോൺഫിഡൻസ് റെന ഫാത്തിമയുടെ ഗെയിമിനെ ഇനിയുള്ള ദിവസങ്ങളിൽ ചിലപ്പോൾ മോശമായിട്ടായിരിക്കും ബാധിക്കാൻ പോകുന്നത്. രണ്ടാമത്തെ ആളായിരുന്നല്ലേ ശാരിക. ലാലേട്ടൻ പറഞ്ഞു ഹോട്ട് സീറ്റ് എന്ന് പറയുന്നത് അവിടെ എന്ത് ചോദ്യവും അവതാരകർക്ക് ചോദിക്കാം. അവിടെ സരികയായിട്ട് വലിഞ്ഞു കയറി പോയിട്ട് ചോദിച്ച് വാങ്ങിയ പണിയാണ്. അതായത് ശാരികയുടെ ആ ഒരു പ്രവൃത്തിക്ക് ഇൻഡയറക്ട്ലി ഒരു പിന്തുണയാണ് ശരിക്കും ലാലേട്ടൻ കൊടുത്തത്. പൊതുവെ ഹോട്ട് സീറ്റിലെ ഒരു അവതാരക എന്ന നിലയിലും ഭയങ്കര ബോൾഡാണ് എന്ന നിലയിലും നല്ല കോൺഫിഡൻസ് ശാരികയ്ക്കുണ്ട്. ഇന്നലെ ലാലേട്ടന്റെ അടുത്ത് നിന്ന് കിട്ടിയ പ്രശംസയും സരിക വിഷയത്തിൽ ശാരികയാണ് ശരി എന്ന് ധ്വനിപ്പിക്കുന്ന സൂചനയും കിട്ടിയ സാഹചര്യത്തിൽ ശാരികയുടെയും കോൺഫിഡൻസ് ലെവൽ കൂടാൻ സാധ്യതയുണ്ട്. ശാരികയുടെ കോൺഫിഡൻസ് ലെവൽ കൂടിക്കഴിഞ്ഞാലുള്ള കുഴപ്പം പലപ്പോഴും മണ്ടത്തരങ്ങൾ വിളിച്ചു പറയാനുള്ള സാധ്യതയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ശാരികയുമായിട്ട് ബിഗ് ബോസ് വീട്ടിൽ കഴിഞ്ഞ ഒരാഴ്ച പല സന്ദർഭങ്ങളിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്ത് ഉടക്കി നിന്ന ആൾ കൂടിയാണ് സരിക. സരികയുടെ പുറത്താകൽ ശാരികയുടെ കോൺഫിഡൻസ് കൂട്ടുക തന്നെ ചെയ്യും. പുറത്ത് തനിക്കൊപ്പവും ഓഡിയൻസിന്റെ വലിയൊരു സപ്പോർട്ട് ഉണ്ടെന്ന് അവർ ഒരുപക്ഷെ കരുതിയേക്കാം. ഓഡിയൻസിന്റെ സപ്പോർട്ട് ശാരികയ്ക്കുമുണ്ട്, റെന ഫാത്തിമയ്ക്കുമുണ്ട്, അവിടെ നിൽക്കുന്ന ഓരോരുത്തർക്കുമുണ്ട്. കാരണം ഇവരെയൊക്കെ ഇഷ്ടപ്പെടുന്ന കുറച്ച് ഓഡിയൻസ് എല്ലാ സീസണിലും എല്ലാവർക്കും ഉണ്ടാവും, എല്ലാവരെയും ഇഷ്ടപ്പെടുന്ന ആൾക്കാർ. പക്ഷെ പ്രശ്നം അതല്ല, എത്രത്തോളം ആളുകൾ തങ്ങളെ ഇഷ്ടപ്പെടുന്നു എന്ന് ഇവര് എങ്ങനെ മനസ്സിലാക്കുന്നുവോ, അല്ലെങ്കിൽ ഓഡിയൻസ് ഇവരുടെ ഗെയിമിനെ ഭയങ്കരമായി സ്വീകരിച്ചിരിക്കുന്നു, ഇവർ സീസണിലെ ക്യൂവിനാണ്, ഇതുവരെ ചെയ്തിരുന്ന കാര്യങ്ങളെല്ലാം ശരിയാണ്, അത് കുറെ കൂടി ഊർജ്ജത്തോടെ ചെയ്യണമെന്ന് ഇവർ വിചാരിച്ചാൽ പണി പാളും. കാരണം റെന ഫാത്തിമയുടെ ഓവറായിട്ടുള്ള ഈ പ്രൊവോക്കിംഗ് ക്യാരക്ടർ അവർക്ക് പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. ശാരികയുടെ മണ്ടത്തരം പറച്ചിൽ അവർക്കും പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇന്നലത്തെ എപ്പിസോഡ് ഇവരുടെ രണ്ടുപേരുടെയും ഗെയിമിനെ ഇനിയുള്ള ദിവസങ്ങളിൽ എങ്ങനെ സ്വാധീനിക്കുമെന്ന് കണ്ടു തന്നെ അറിയണം. കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം.